ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. അന്ന് ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനിന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടണം. പക്ഷെ അതിനെ ഇവള് ഏറ്റെടുത്തു. കാരണം ഇവളും ബാറിലൊക്കെ ചെന്ന് തളർത്തി മറിയല്ലേ. അത് വല്ലതും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നേരെ ചൊവ്വയ്ക്ക് ഇരിക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ വധവലിനെയൊക്കെ മറുപടി പറയേണ്ടി വരുന്നതാണ് എന്റെ ഗതികേട്. ഇപ്പൊ പുള്ളി പറയുന്നത് ഞാൻ വീഡിയോ തെളിവ് സഹിതം തരാമെന്ന് പറയുന്നത് വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ പോരായിരുന്നോ? അത് എനിക്കൊരു കമ്പനി കൂടി ഉണ്ട്, എജു നാവിഗേറ്റർ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര്. ഞങ്ങളുടെ സ്വന്തം കമ്പനി തന്നെയാണ്. എന്റെ പഠിത്തം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ബിർള ഗ്രൂപ്പിലായിരുന്നു അവസാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടെയുള്ള ഇത്തിൽ കണ്ണികളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് രേണു സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ വിളിക്കുക, സംസാരിക്കുക, താങ്ക്സ് പറയുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിലുണ്ടായ. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുപോലെ അത് രേണുവിനെ വിറ്റ് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നുമില്ല. സമ്മർ മീഡിയ ഇത് റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത് സീസൺ 1 ആദ്യമായിട്ട് സമ്മർ മീഡിയ ആണ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺ ഓഫ് ദി ഇൻകം സോഴ്സ് മാത്രമാണ്. എന്നെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറഞ്ഞിട്ടില്ല, പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇപ്പം എനിക്ക് പറയണമെന്ന് തോന്നി. വലിയതോ ഒരു പെണ്ണിന്റെ കേസാണ് പറഞ്ഞത്, വലിയതൊരു പെണ്ണിന്റെ കേസ്. പുള്ളി രേണുവിന്, പക്ഷെ രേണുവിനെ തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. വിറ്റ് ജീവിക്കുന്നു, രേണുവിനെ കൊണ്ട് ജീവിക്കുന്നു, രേണു കാരണം ജീവിച്ചു പോകുന്നു. പിന്നെ ശാന്തിവിള ദിനേശന്റെ അടുത്ത് രേണു സുധി ആളുടെ പേര് തന്നെ ഉച്ചരിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി വീഡിയോ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വെല്ലോടത്തും കിടക്കുന്ന പാമ്പിനെ എടുത്ത് കഴുത്തിൽ കയറി ചുറ്റിയിട്ട് അതിന്റെ കടിയും കൊണ്ട് നിൽക്കേണ്ട വല്ല ആവശ്യം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശാന്തിവിള ദിനേശൻ കുറച്ച് സത്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രേണു സുധിയുടെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ദുബായിൽ രേണു പോകുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ തെളിവുകളുണ്ട്, പുള്ളിക്കാരനെ ആരോ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ. അതിന് തെളിവ് ചോദിച്ചുകൊണ്ട് രേണു എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് തെളിവ് ഇതുവരെയും പുള്ളി ഇട്ടിട്ടില്ല. ഇപ്പൊ പുതിയൊരു വീഡിയോ ആണ് പുള്ളിക്കാരൻ്റെ വന്നിരിക്കുന്നത്. അതിനകത്ത് ശാന്തിവിള ദിനേശൻ പറയുന്നത്, ഞാൻ ആ വീഡിയോയിൽ രേണുവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വേറെ ഏതോ ഒരു സ്ത്രീയെ കുറിച്ചാണ് പറഞ്ഞതെന്ന്. പിന്നെ രേണുവിനെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല. ഒരു സ്ത്രീയെക്കുറിച്ച് അങ്ങനെ പറയാനുള്ള എന്ത് അവകാശമാണ് ഇയാൾക്കുള്ളത്, ഈ ഒരു വ്യക്തിക്കുള്ളത്? അങ്ങനെ ശാന്തിവിള ദിനേശന്റെ അടുത്ത് രേണു സുധി ആളുടെ പേര് തന്നെ ഉച്ചരിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി വീഡിയോ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. രേണുവിന് എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. സാധാരണ രേണു അങ്ങനെ ഒന്നും റിയാക്ട് ചെയ്യാത്ത ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് എല്ലാത്തിനും പ്രതികരിക്കുന്നുണ്ട്. എന്തിനാണ് ഈ കിടന്ന് എല്ലാ കാര്യത്തിലും രേണുവിന്റെ പേര് വിളിച്ച് പറയാത്ത കാര്യത്തിനൊക്കെ കയറി പ്രതികരിക്കുന്നത്? ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇതിപ്പോ പുള്ളിക്കാരൻ വലിയതോ ഒരു പെണ്ണിന്റെ കേസാണ് പറഞ്ഞത്, വലിയതൊരു പെണ്ണിന്റെ കേസ്. പുള്ളി രേണുവിന്, പക്ഷെ രേണുവിനെ തന്നെയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. എക്സാമ്പിളൊക്കെ പറഞ്ഞല്ലോ, കാർ എടുത്ത് കൊടുക്കുന്നതും അച്ഛനെ പറയണതും ഒക്കെ രേണുവിനെ തന്നെയാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ രേണുവിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രേണുവിന്റെ പേര് പറയുന്ന സ്ഥിതിക്ക് രേണുവിന് വെറുതെ അതിൽ കയറിയിട്ട് ഈ വീഡിയോ എടുത്തിടേണ്ട ആവശ്യമില്ലായിരുന്നു. വെല്ലുവിളിയായി ചോദിച്ചുകൊണ്ട് ഇപ്പൊ വെല്ലുവിളി പുള്ളിക്കാരനെ ഏറ്റെടുത്തിട്ടുണ്ട്. തെളിവുണ്ടെങ്കിൽ തെളിവ് സഹിതം ഇടണ്ടേ? അല്ലാതെ ഇപ്പൊ വന്നിട്ട് വീണ്ടും ബോഡി ഷേമിങ് ചെയ്യുന്ന രീതിയിലാണ് പുള്ളി ഇപ്പൊ പറയുന്നത് കേട്ടോ. പുള്ളിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പുള്ളി ഒരുപാട് സിനിമാ നടിമാരെ കുറിച്ചും നടന്മാരെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് തെളിവുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി ഇങ്ങനെ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെയല്ല ഇതൊരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ രേണു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ വന്ന് പോയതിനു ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ രേണുവിനെ കുറിച്ച് ഉൾപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, രേണുവിനെ കുറിച്ച് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്തിട്ടില്ല. ബിഗ് ബോസ് വീടിനകത്ത് രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് കാലെടുത്ത് കൊത്തിയോ അന്ന് മുതലാണ് ഞാൻ രേണുവിൻ്റെ വീഡിയോസ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ. അതൊന്നുമില്ല. ഈ ചാനലിലാണെങ്കിലും മുൻപുണ്ടായിരുന്ന ചാനലാണെങ്കിലും ആ സംഭവങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഇപ്പോൾ രേണു സുധിയുടെ വീഡിയോ എന്തുകൊണ്ട് ഇടുന്നു എന്ന് ചോദിച്ചാൽ, രേണു സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. രേണുവിൻ്റെ മാത്രമല്ല, ഒരുപാട് ബിഗ് ബോസ് കണ്ടസ്റ്റന്റിന്റെ വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. രേണുവിൻ്റെ വീഡിയോ ഇടുമ്പോഴുണ്ടല്ലോ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റുകൾ രേണുവിനെ വിറ്റ് ജീവിക്കുന്നു, രേണുവിനെ കൊണ്ട് ജീവിക്കുന്നു, രേണു കാരണം ജീവിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഓരോരുത്തർ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ ആയിട്ട് പറയാനുള്ളത്, എനിക്ക് കമന്റ് ഇടുന്നവരോടോ അല്ലാത്തവരോടോ എനിക്ക് പറയാനുള്ളത്, എൻ്റെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ മാത്രമല്ല. എന്നെക്കുറിച്ച് ഞാൻ അധികമൊന്നും പറഞ്ഞിട്ടില്ല, പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. എൻ്റെ പേര് വിബിത, കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം. ഞാൻ എറണാകുളംകാരിയാണ്, കൊച്ചിക്കാരിയാണ്. എൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ബിർള ഗ്രൂപ്പിലായിരുന്നു അവസാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ഫാമിലി നോക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ജോബൊന്നും പോവേണ്ടി വന്നില്ല. എനിക്ക് പ്രയോറിറ്റി എൻ്റെ ഫാമിലി ആയിരുന്നു, എൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഞാൻ കുറേ നാൾ ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു.
അപ്പോൾ ഞാൻ ചുമ്മാ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും അറിയാലോ, നമ്മൾ ഇത്രയും പഠിത്തം കഴിഞ്ഞപ്പോൾ മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ചുമ്മാ കുറച്ച് നാൾ വീട്ടിലിരിക്കേണ്ടി വരുമ്പോൾ ഉള്ള ഒരു അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ചുമ്മാ വീട്ടിലിരിക്കുക, അതും ചെന്നൈയിൽ, നമ്മുടെ നാട്ടിൽ പോലും അല്ല. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലിയെ നോക്കണം, അതുകൊണ്ട് തന്നെ എനിക്ക് ജോബ് നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് ഞാൻ ജോബ് നിർത്തി. ആ സമയത്താണ് കേട്ടോ എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഞാൻ കാണാറുണ്ട്, എപ്പോഴും കാണുന്ന ഷോയാണ്. ഇങ്ങനെ സീസൺ 1 മുതൽ ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. സമ്മർ മീഡിയ ഇത് റിവ്യൂ സ്റ്റാർട്ട് ചെയ്തത് സീസൺ 1 ആദ്യമായിട്ട് സമ്മർ മീഡിയ ആണ് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിൽ അറിയാലോ, ആളുടെ റിവ്യൂ അറിയാലോ, അത് ഞാൻ കേൾക്കുമായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് സീസണൊക്കെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഈസ്റ്ററിൻ്റെ സീസണിലാണ് കേട്ടോ രേവതി ചേച്ചി ഇതേപോലെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്ത് നേരിട്ട് വന്നിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചേച്ചിയുടെ ഞാൻ കാണുമായിരുന്നു, അതേപോലെ തന്നെ സമ്മർ മീഡിയയുടെ ഞാൻ കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു, കാണുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം അത് എനിക്ക് എന്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പറഞ്ഞുകൂടാ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചാനൽ തുടങ്ങാം, എന്നിട്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇടാം. അപ്പോൾ സീസൺ 3 ആണെന്ന് തോന്നുന്നു മണിക്കുട്ടൻ്റെ. ആ സീസൺ ടൈമിൽ സീസൺ 3 ഞാൻ ഇതേപോലെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ ചാനലിലൂടെ കുറച്ച് കാര്യം, അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഞാൻ പ്രോമോയാണ് കൂടുതൽ ഇട്ടുകൊണ്ടിരുന്നത്. അത് ഇട്ട് സീസൺ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മണിക്കുട്ടൻ്റെ ഒരു കോള് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് വെച്ചാൽ ഞാൻ ആ സീസണിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് മണിക്കൂട്ടനെയാണ്, എല്ലാവർക്കും അറിയാം. ഈ സീസണിൽ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ കഴിഞ്ഞ ആ സീസണിൽ ഞാൻ മണിക്കൂട്ടിനെയാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ്റെ കോൾ വന്നു, ഇങ്ങനെ താങ്ക്സ് ഒക്കെ പറഞ്ഞു, നമ്മുടെ വ്യൂവേഴ്സിനോടൊക്കെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഒരു വോയിസ് കോള് പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ആ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര, നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട് യൂട്യൂബ് ചാനൽ, യൂട്യൂബ് വീഡിയോസ് ഇടുമ്പോൾ. പക്ഷെ അതിലപ്പുറം ഇങ്ങനെയുള്ളൊരു കണക്ഷനൊക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ വിളിക്കുക, സംസാരിക്കുക, താങ്ക്സ് പറയുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിലുണ്ടായ. അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ കരുതി കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത സീസൺ വന്നു, നമ്മുടെ റോബിൻ്റെ സീസൺ. അത് 24/7 ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ടൈം നമുക്ക് അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് വരുന്നത് കേട്ടോ. യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് ദി ഇൻകം സോഴ്സ് മാത്രമാണ്. ഇത് കൂടാതെ എനിക്കൊരു കമ്പനി കൂടി ഉണ്ട്, എജു നാവിഗേറ്റർ എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. ഞങ്ങളുടെ സ്വന്തം കമ്പനി തന്നെയാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് അത് നടത്തുന്നത്. +2 കഴിഞ്ഞവർക്കും ഡിഗ്രി കഴിഞ്ഞവർക്കും ഉണ്ടല്ലോ അഡ്മിഷൻസ് എടുത്തു കൊടുക്കുക. UG PG കോഴ്സുകൾ ഇപ്പോൾ കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ എവിടെയാണോ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടത്, അങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള കോളേജിൽ അഡ്മിഷൻസ് എടുത്തു കൊടുക്കുക എന്നാണ് നമ്മുടെ സ്ഥാപനം ചെയ്യുന്നത്. ഇവിടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്തും അഡ്മിഷൻസ് എടുത്തു കൊടുക്കുന്നുണ്ട്, അബ്രോഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ USA-ലാണെങ്കിലും UK-ലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും പിന്നെ കുറച്ച് യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, പിന്നെ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ അഡ്മിഷൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. നിലവാരമുള്ള കോളേജിലൊക്കെ നമ്മൾ അഡ്മിഷൻസ് എടുത്തു കൊടുക്കുകയാണ് നമ്മുടെ സ്ഥാപനം. ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. വിശ്വാസമില്ലാത്തവർക്ക് ഇതാ എൻ്റെ ഫോൺ നമ്പറും ID ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്. പിന്നെ മാത്രമല്ല കേട്ടോ, കുറച്ച് ജെം സ്റ്റോൺസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അവർക്ക് എൻ്റെ കൈ നിറച്ചും ഈ ഒരു സംഭവം ജെം സ്റ്റോൺസ്, ഇതിൻ്റെ ബിസിനസ്സും നമുക്കുണ്ട്. ഇതൊക്കെ നോക്കിയും കണ്ടും വേണം മേടിക്കാനായിട്ട്. അപ്പോൾ വിശ്വാസമുള്ള ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോൺസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ യൂട്യൂബ് ചാനലിൽ രേണുവിനെ കുറിച്ച് മാത്രം വീഡിയോ എടുത്ത് അരി മേടിക്കേണ്ട ഗതികേടൊന്നും ദൈവം സഹായിച്ച് ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കി കാണാം, രേണുവിനെ കുറിച്ച് ചെയ്യുന്ന വീഡിയോസിനാണ് തോന്നുന്നത് എനിക്ക് ഏറ്റവും കുറവ് വ്യൂസ് ഉള്ളത്. ഇത് കൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഭിലാഷ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അത് റിയാക്ട് ചെയ്തുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോനെ. കാരണം ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അഭിലാഷ്. അപ്പോൾ അഭിലാഷ് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രേണുവിനേക്കാൾ കൂടുതൽ വ്യൂസ് എനിക്ക് അഭിലാഷിനെയും കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ലാലേട്ടൻ്റെ വീഡിയോസിന് ഞാൻ ചെയ്യാറുണ്ട്. ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ബിഗ് ബോസിന് ഇറങ്ങിയ ഓരോ കണ്ടസ്റ്റന്റും ചെയ്യുന്ന ഓരോ വീഡിയോസും ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിയാക്ട് ചെയ്തുകൊണ്ട് എത്താറുണ്ട്. അപ്പോൾ രേണു മാത്രമാണ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കത് ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ഞാൻ രേണുവിൻ്റെ വീഡിയോ ഇടുന്നു. അല്ല, അത് രേണുവിനെ വിറ്റ് കഞ്ഞി കുടിക്കേണ്ട ഗതികേടൊന്നുമില്ല. ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരുപാട് നെഗറ്റീവ്സ് ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുപാട് നെഗറ്റീവ്സുമായിട്ടാണ് ആൾ വീട്ടിലേക്ക് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ രേണു എന്ന് പറയുന്ന വ്യക്തി വളരെ ഒരു പാവം പോലെയൊക്കെ ആയിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യത്തിലൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ നമുക്കെന്താ, ഈ ഒരു പാവം അത് പുറത്തൊക്കെ കാട്ടിക്കൂട്ടിയത് അതിൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് അത് ഓരോന്ന് ചെയ്യുന്നു. അതിൻ്റെ യഥാർത്ഥ സ്വഭാവം അതൊന്നുമല്ല, ഇത് വളരെ നല്ലൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവിനെ കുറിച്ച് ഒരുപാട് പോസിറ്റീവ് വീഡിയോസ് ഒരുപാട് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ.
എനിക്കറിയായിരുന്നു രേണു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇത് ചെയ്യുക എന്നുള്ളൊരു തോന്നല്ല അത്തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുറത്തിറങ്ങിയിട്ട് രേണു അത് കൂടുതൽ മുമ്പത്തേനേക്കാളും കൂടുതൽ നെഗറ്റീവ്സ് വീഡിയോസ് തേടിയാണ് രേണു പോയത്. ഒരുപാട് വിവാദങ്ങളിൽ പോയി മനപ്പുറങ്ങളിൽ നിന്ന് ചാടുക. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് രേണുവിനെ കുറിച്ച് അങ്ങനത്തെ ഒരു വീഡിയോസ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ രേണുവിൻ്റെ കൂടെ കുറേ ഇത്തിൽ കണ്ണികളും ഉണ്ട്. ഇതിലൊരു ഇത്തിൽ കണ്ണി ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇത്തിൽ കണ്ണിനെ ഇപ്പം മാറ്റിയിട്ടുണ്ട്. ഓരോ മീഡിയാസും വന്നിട്ട് ഓരോ ചോദ്യങ്ങൾ രേണുവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ വ്യക്തിയാണ് കൂടുതൽ ആൻസറൊക്കെ പറഞ്ഞ് മീഡിയയുടെ മുന്നിൽ തിളങ്ങി നിന്നത്. അപ്പം ഞാനത് നോട്ടീസ് ചെയ്തിട്ട് അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നാളുകളായിട്ട് ആ വ്യക്തിയെ ഇപ്പോൾ കാണുന്നില്ല. രേണു അതിനെടുത്ത് മാറ്റി, അല്ലെങ്കിൽ അതിപ്പോൾ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. രേണു കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഫെയിം രേണുവിന് വേണ്ടി മാത്രമുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും രേണുവിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ഇത്തിൽ കണ്ണികളുണ്ട്. അത് രേണുവിന് നഷ്ടം മാത്രമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയാലോ ബിഷപ്പ് അദ്ദേഹം എന്ത് നല്ല കാര്യമാണ് അദ്ദേഹം ചെയ്തത്. 7 സെന്റോ 5 7 സെന്റോ ഒക്കെ എന്തോ കൊടുത്തിട്ടുണ്ട്. ആ ബിഷപ്പിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സെന്റിന് എത്ര ലക്ഷം രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 7 സെന്റൊക്കെ വെറുതെ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. എത്ര പേരാണ് തെരുവിൽ കിടക്കുന്നത്, വാടക പോലും കൊടുക്കാൻ കഴിയാതെ എത്ര ആൾക്കാരാണ് കിടന്ന് കഷ്ടപ്പെടുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും രേണുവിനെ നേരിടേണ്ടി വന്നില്ല. രേണുവിനെ ഇതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ബിഷപ്പും ഇതുപോലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രേണുവിന് ആ കഷ്ടപ്പാട് ഉണ്ടായില്ല. പക്ഷെ രേണുവിന്റെ കൂടെയുള്ള ഇത്തിൽ കണ്ണികൾക്ക് കാരണം രേണുവിനെ കൊണ്ട് നിർബന്ധിച്ച് ബിഷപ്പിനെതിരെ വീഡിയോസൊക്കെ ഓരോന്ന് ചെയ്യിപ്പിച്ച് രേണുവിന്റെ കൂടെയുള്ള കുറച്ച് ഇത്തിൽ കണ്ണികളുണ്ടല്ലോ, രേണുവിന് ഉള്ളതും കൂടി ഇല്ലാതാക്കാണ്. രേണു ഒരു കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പോരാടുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മൾ പ്രേക്ഷകരെല്ലാവരും രേണുവിനെ കാണുന്നത്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ രേണു ഇവരെ ഈ ഇത്തിൽ കണ്ണികളൊക്കെ മാറ്റി നിർത്തിയിട്ട് രേണു സ്വന്തമായിട്ട് ശക്തമായിട്ട് രേണു ഒറ്റയ്ക്ക് വാ, രേണു ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതേപോലുള്ള ഇത്തിൽ കണ്ണികളൊക്കെ രേണുവിന്റെ ലൈഫിൽ നിർത്തി മാറ്റിയിട്ട് കഴിഞ്ഞ ദിവസം രേണു സുധി ഒരു വെല്ലുവിളിയുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ വീഡിയോസോ ഫോട്ടോസോ എന്തൊക്കെയോ ഉള്ളതെന്ന് ചോദിച്ചല്ലോ, ആ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ തെളിവുമായിട്ട് നിങ്ങൾ വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളി മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത്. പക്ഷെ അതിന് തെളിവൊന്നുമില്ല. പുള്ളിയുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെന്നാണ് കേട്ടോ പറയുന്നത്. തെളിവൊന്നും ഇല്ലാതെയാണ്, ഫോണിൽ കൂടെ പറഞ്ഞു അത്രേ എല്ലാവരും, അല്ലാതെ നേരിട്ടൊന്നും അയച്ചൊന്നും കൊടുത്തിട്ടില്ല. അയച്ചു കൊടുത്തിട്ട് അതിന് തെളിവുമായിട്ട് എത്താമെന്നുള്ളൊരു കാര്യം കൂടിയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആരും വിഷമിക്കേണ്ട, തെളിവായിട്ടൊക്കെ വരാമെന്ന് പറയുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് രേണു ചോദിച്ചു വാങ്ങിയതാണ്. പുള്ളി ആരെക്കുറിച്ചോ പറഞ്ഞ് കമന്റോളികൾ ഓരോന്നൊക്കെ പറഞ്ഞെന്ന് കരുതിക്കൊണ്ട് രേണു അത് പോയിട്ട് വെല്ലുവിളിച്ചു. അപ്പോൾ പുള്ളി അത് ഇപ്പോൾ തെളിവായിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ എന്താണെങ്കിലും അതിപ്പോൾ രേണു സ്വീകരിച്ചാൽ മതിയാവും. വല്ല കാര്യമുണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ട് ചുമ്മാ കയറി ഇതുപോലെ വന്ന് റിയാക്ട് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ പുള്ളിക്ക് പറയാനുള്ളതും പുള്ളി തെളിവായിട്ട് വന്നതൊക്കെ അവിടെ കേട്ട് മിണ്ടാതിരിക്കുക. ഒരു അവതാരക പെണ്ണും ഒരു ഉർവശി നടിയും ഗൾഫിൽ കാട്ടിക്കൂട്ടുന്ന വിക്രികൾ നമ്മൾ കഴിഞ്ഞ വാരഫലത്തിൽ പറഞ്ഞിരുന്നു. ഉർവശി നടി ചാടിയങ്ങിറങ്ങി. തേങ്ങ മോഷ്ടിച്ചവൻ്റെ തലയിൽ ചകിരി കാണുമെന്നൊരു ചായക്കടയിൽ ഇരുന്ന ഒരാൾ പറഞ്ഞപ്പോൾ ഈ മോഷ്ടിച്ചവൻ പതുക്കെ എൻ്റെ തലയിലുണ്ടോ എന്ന് തപ്പിയതുപോലെ എന്താ പറയുക, ഇത് ഞാനാണ് എന്നാണ് അവർ പറയുന്നത്. അവരെയാണ് പറഞ്ഞതെന്നാണ് പറയണത്. അവതാരക കാട്ടിക്കൂട്ടുന്ന ഉടുതുണി പറച്ചെറിയൽ കഥ പോലും ഇത് എന്നെ തന്നെയാണ് പറയുന്നതെന്ന് ഉർവശി നടി അറഞ്ചം പുറഞ്ചം എന്നെ ശകാരിച്ചുകൊണ്ട് പറയുന്നു. ശാന്തിവിള ദിനേശൻ എന്ന് പറയുന്ന ആ വ്യക്തി പറയുന്നത് രേണുവിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. രേണു അത് തെറ്റിദ്ധരിച്ചു എന്നാണ് പറയുന്നത്. മറുപടി പറയണ്ട, അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത്. എന്നെ അപ്പുപ്പ എന്നാണ് വിളിക്കുന്നത്. ശാന്തിവിള ദിനേശ് അപ്പുപ്പ എന്നാണ് വിളിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ കുറേ തെറികളും. അപ്പൂപ്പനാകുന്നത് മോശം കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഇവൾക്ക് അപ്പൂപ്പൻ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, 2.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ അപ്പൂപ്പനെന്നോ അച്ചാച്ചനെന്നോ പറയാവുന്ന ആളാണ്. ഇതൊന്നും ഒരു രഹസ്യമല്ലല്ലോ. അതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഒന്നുമില്ലെങ്കിലും ഞാനൊരു അപ്പൂപ്പനായില്ലേ അല്ലെങ്കിൽ അച്ചാച്ചനായില്ലേ എന്നാണ് സത്യമായിട്ടും എൻ്റെ മനസ്സിലുള്ളത്. ഭാഗ്യത്തിന് ഈ പെണ്ണുപിള്ള എന്നെ അച്ഛനെന്നോ മാമാന്നോ വിളിക്കാത്ത ഭാഗ്യമായി. ഇതിൻ്റെ തന്ത ഞാനായിരുന്നെങ്കിൽ, എന്നെ അച്ഛാന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഇതിൻ്റെ തന്ത ഞാനായിരുന്നെങ്കിൽ ഇതിനെ തല്ലിക്കൊന്ന് ഞാൻ എന്നേ ജയിലിൽ കയറിയനെ. പിന്നെ മാമൻ പട്ടിണി കിടന്നാൽ പോലും മാമാപ്പണി ചെയ്ത് ജീവിക്കില്ല അഭിമാനമുള്ളവർ. അതിനാൽ തന്നെ രേണു തന്നെ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ശാന്തിവിള അപ്പൂപ്പ എന്ന് വിളിച്ചത് നന്നായിട്ടോ, വേറെ വല്ലതൊക്കെ വിളിച്ചതെങ്കിൽ അതിൽ കൂടുതൽ കിട്ടിയാനായിരുന്നു. ഇപ്പം അപ്പൂപ്പ എന്ന് വിളിച്ചുകൊണ്ട് പുള്ളി അധികമൊന്നും പറഞ്ഞില്ല എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അപ്പൂപ്പ അത് തെളിവിട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രേണുവിൻ്റെ ആ വീഡിയോ വെറുതെ ആയില്ല, തെളിവ് കൊണ്ടുവരും, ഉറപ്പായിട്ടും കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ചോദിക്കുന്നത് തെളിവുകൾ, എത്ര പ്രതിഫലം, ഏതെല്ലാം ജോലികൾ ചെയ്യും, ബ്രോക്കറുടെ ഡീറ്റെയിൽ എല്ലാം എത്തിക്കാമെന്ന് വഞ്ചിക്കപ്പെട്ട ഈ ഗൾഫ് വാസികൾ തന്നെ എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റോറി കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞത്.
വഞ്ചിക്കപ്പെട്ടവർ എത്ര രൂപ പോയി, എന്താണ് ചെയ്യുന്നത്, എവിടെയാണ്, എന്താണ്, അതിനുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തെളിവ് സഹിതം നിരത്തിക്കൊണ്ട് ഒരു വീഡിയോയുമായിട്ട് ആള് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രേണുവിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നത് പുള്ളി ഇപ്പോൾ സമ്മതിക്കുകയാണ് അല്ലേ? വിശദമായി അത് കിട്ടിയാൽ ഞാൻ പറയാം. എൻ്റെ തെളിവ് കിട്ടിയാലേ എനിക്ക് പറയാൻ പറ്റും. എല്ലാം പറയാം. എനിക്ക് ഫോണിൽ കൂടെ എല്ലാം പറഞ്ഞു തന്നു. പക്ഷെ അതുപോലെ എനിക്ക് എൻ്റെ തെളിവുകൾ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതില്ലോ ഫോണിൽ കൂടെ ആർക്കും ആരെയും എന്തും വിളിച്ചു പറയാം. നമ്മളെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടാവണം എന്നില്ല നമ്മളെക്കുറിച്ച് എന്ത് അനാവശ്യം വിളിച്ചു പറയുന്നത്. ചുമ്മാ എല്ലാവർക്കും എല്ലാം പറയാൻ പറ്റും. അതേപോലെ പുള്ളി പറഞ്ഞതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം. പക്ഷെ തെളിവ് വേണമല്ലോ. തെളിവ് കൊണ്ടുവരട്ടെ. തെളിവാണ് നമ്മൾ ചോദിച്ചത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാനായിട്ട് ആർക്കാണ് അതിന് റൈറ്റ്സ് ഉള്ളത്? തെളിവ് വേണമല്ലോ. പുള്ളി കാര്യങ്ങൾ പറഞ്ഞു, അത് നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് അത് റിയാക്ട് ചെയ്തു. ഇപ്പൊ തെളിവ് ഞങ്ങൾ ചോദിച്ചു, രേണുവും ചോദിച്ചു. ഇപ്പൊ തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇടാമെന്നാണ് പറയുന്നത്. നമ്മൾ അനാവശ്യമായി കഥകളുണ്ടാക്കി ഒന്നും പറയാറില്ല. അങ്ങനെ പറയുന്നത് ശരിയുമല്ല എന്ന് ബാധിക്കുന്ന ആളാണ് ഞാൻ. കാൾ ഡസൻ കല്യാണം കഴിഞ്ഞ ഒരു വധവൽ പെണ്ണ് കയ്യും വീശി വിമാനത്തിൽ കയറി പോകുന്നു. 1 ടൺ സമ്മാനങ്ങളുമായി തിരിച്ചു വന്ന് ഇറങ്ങുന്നുവെങ്കിൽ ഇവൾ ആര്, ഐശ്വര്യ റോയ് ആണോ എന്ന്, അല്ലെങ്കിൽ മഞ്ജു വാര്യരാണോ എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ്. കോമൺ സെൻസ് ഉള്ളവനാണെങ്കിൽ ചിന്തിക്കും. അങ്ങോട്ടൊരു ഉണക്ക ബാഗും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുന്നത് കുറേ പെട്ടികളൊക്കെ ആയിട്ടാണ്. മനസ്സിലായില്ലേ? കണ്ടവനെ കൊണ്ട് യാചിച്ച് തെണ്ടി പറക്കി വീടും മതിലും ഒക്കെ കെട്ടി ജീവിച്ചിരുന്ന ഈ വധവല് ഇപ്പൊ പറയാണ്, നിനക്ക് എത്ര വയസ്സാടാ? മോനൊക്കെ 3. നിനക്കൊരു കാറ്. നിനക്കാ മറ്റേ വേറൊരു തള്ളക്കുണ്ടായ ചെറുക്കണ്ടല്ലോ, കാള പോലത്തെ ചെറുക്കൻ. എനിക്ക് 18. നിനക്കൊരു കാറ്. തന്തപ്പം ചൊറിഞ്ഞു. ഇത് കിച്ചുവിന് കാർ എടുത്തു കൊടുത്തല്ലോ. പിന്നെ ഇളയ മോന് കാർ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കാറ് വേണം എന്ന് പറഞ്ഞിട്ട് 2 പേരും സ്വിഫ്റ്റ് എന്താണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 2 പേര് കാർ എടുത്തതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ പുള്ളി പറയുന്നത്. ഇന്ന മറ്റൊരു സ്ത്രീയിലുണ്ടായ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ്. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി പറയുന്നത് രേണു എന്താണ് ചെയ്യുന്നത്, എത്ര പ്രതിഫലം, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് അവിടെ പോയി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ്, അത് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പ്രവാസി മലയാളികൾ, ഇതിന്റെ ഇരയാക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ട്, ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അവര് പുള്ളിക്ക് ഫോണിൽ കൂടെ ഓൾറെഡി തെളിവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫോണിൽ കൂടെ പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ആ തെളിവ് മാത്രം പോരല്ലോ, നമുക്ക് വിത്ത് പ്രൂഫ് വേണമല്ലോ. ആ പ്രൂഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇപ്പൊ രേണു ഏറ്റെടുത്ത്. കാരണം ഇവളും ബാറിലൊക്കെ ചെന്ന് തലകുത്തി മറിയല്ലേ. അത് വല്ലതും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നേരെ ചൊവ്വയ്ക്ക് ഇരിക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ വധവലിനെയൊക്കെ മറുപടി പറയേണ്ടി വരുന്നതാണ് എൻ്റെ ഗതികേട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. അതൊരു ബോഡി ഷേമിങ് പോലെ തോന്നി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ, പുള്ളിയുടെ തെളിവുണ്ട്. ഒരു സ്ത്രീ ഗൾഫിലേക്ക് പോകുന്നു, പുറത്തേക്ക് പോകുന്നു, കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് തിരിച്ചു വരുന്നു. നിങ്ങൾ ഓർക്കണം, സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രമാത്രം അയ്യോ പാവം എന്ന് പറഞ്ഞ് ഇല്ലായ്മ, ഒരു 500 രൂപ പോലും കയ്യിലെടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് യാചിച്ച് നടന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു രേണുവിന്. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവർ തന്നെ അത് വിറ്റ് പൈസ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു ഘട്ടം എത്തിയപ്പോൾ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം രേണുവിന് മാത്രം ഇത്രമാത്രം ഓഫറുകൾ കിട്ടുന്നു, ഇത്രമാത്രം പൈസകൾ വാരി വിദേശത്ത് നിന്ന് വരുന്നു, മിനിറ്റിന് കാർ എടുക്കുന്നു, ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ മനസ്സിൽ സംശയം തോന്നുന്നത് എന്താണ്, എല്ലാം സോഷ്യൽ മീഡിയയിൽ പരസ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംശയം തോന്നും. ആ സംശയമാണ് പുള്ളി ഇപ്പോൾ പറയുന്നത്, ഇങ്ങനെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ. പുള്ളി തെളിവ് തരാമെന്ന് പറയുന്നു. രേണു തെളിവ് ചോദിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. രേണുവിനെ നിരാശപ്പെടുത്താതെ തെളിവുമായിട്ട് എത്താമെന്ന് പറയുന്നു. നമുക്ക് തെളിവ് എന്താണെന്നുള്ളത് നോക്കാം. തെളിവ് വേണമല്ലോ, അല്ലെങ്കിൽ ചുമ്മാ കിടന്നിട്ട് ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ലല്ലോ. തെളിവ് വേണമല്ലോ, തെളിവായിട്ട് വാ. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതെനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല കേട്ടോ. ബോഡി ഷേമിങ് ചെയ്യണ പോലെ അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ രേണുവിനെ കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് വേറെ ഏതോ ഒരു സ്ത്രീയെ കുറിച്ചാണ്. എന്നിട്ട് ഏതോ ഒരു അവതാരിക ഇപ്പൊ രേണു തെറ്റിദ്ധരിച്ച് അത് ഞാനാണ് എന്ന് പറഞ്ഞു വന്നിരിക്കുകയാണ്. രേണു ആണെങ്കിൽ ബാറിൽ ഒരു ബ്രാൻഡ് അംബാസഡർ ഒക്കെ ആണല്ലോ, ബാർ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, തൊഴിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേണു തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ രേണുവിനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ രേണു തെളിവ് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പൊ ചോദിച്ചു വാങ്ങിയെന്ന് പറയാലോ. ഇപ്പൊ പുള്ളി പറയുന്നത് രേണുവിന്റെ കയ്യിൽ നിന്നും വഞ്ചിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ട്. ഒരു മാസം സമ്പാദിക്കുന്ന പൈസ മുഴുവനും കൊണ്ടുപോയി തുളച്ചിട്ടുള്ള ഒരുപാട് മലയാളികൾ ദുബായ് നാട്ടിൽ കിടന്നും ദുബായ് മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന്. അപ്പോൾ അവരൊക്കെ ഈ പുള്ളിക്കാരന് ഇതെല്ലാം അയച്ചു കൊടുത്തിട്ടില്ല, കിട്ടും എന്നൊക്കെ പറയുന്നു. ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു. ഇനി നേരിട്ട് തെളിവ് വേണം, തെളിവ് പുള്ളിയുടെ ചാനൽ ഇടില്ല, വേറൊരു ചാനൽ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തെളിവ് എത്തട്ടെ. രേണു ചോദിച്ചിട്ടുണ്ടല്ലോ തെളിവ് എത്തട്ടെ. നമ്മളതിനെ ചോദിക്കുന്നത് തെളിവ്. ഇപ്പൊ പുള്ളി പറയുന്നത് ഞാൻ വീഡിയോസ് തെളിവ് സഹിതം തരാമെന്നാ പറയുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ പോരായിരുന്നോ? എന്തോ രേണുവിന്
ഇതാണ് ഞാൻ പറഞ്ഞത്, കൂടെയുള്ള ഇത്തിൽ കണ്ണികളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് രേണു സ്വന്തമായിട്ട് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ശക്തമായിട്ട് മുന്നോട്ട് പോകും. വെല്ലോടത്തും കിടക്കുന്ന പാമ്പിനെ എടുത്ത് കഴുത്തിൽ കയറി ചുറ്റിയിട്ട് അതിൻ്റെ കടിയും കൊണ്ട് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇനി അതെന്ത് തന്നെയാണെങ്കിലും നമുക്ക് വരുന്ന ദിവസങ്ങളെ കണ്ട് തന്നെ അറിയാം അല്ലേ? അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും